ടെൻഡനാ ഞാൻ ഉണ്ടാക്കിയ ഗൈസ് മയോണൈസ് ഉണ്ടാക്കി. അങ്ങനെ ഫസ്റ്റ് ടൈം മുട്ടയില്ലാണ്ട് ഞാൻ എണ്ണ ചേർത്തില്ല. എണ്ണ ചേർക്കണം അതിൽ പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ. എണ്ണ ചേർക്കണം വേണ്ടവർ. എണ്ണ ഇല്ലാണ്ട് തന്നെ എനിക്ക് മയോണൈസിൻ്റെ ഏകദേശം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സ്പൂണും കൂടെ ഉപ്പ് ചേർത്തായിരുന്നു. ഞാൻ ഒരു പൊട്ടാറ്റോ ഒന്നര പൊട്ടാറ്റോ കൊണ്ട് ഇത്രയും കിട്ടി കേട്ടോ മയോണൈസ്. അപ്പോൾ നമുക്കിത് കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാം. നല്ല സൂപ്പറാണ്. കണ്ട വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ട നല്ല ഇങ്ങനെ പത പോലെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നല്ല സൂപ്പർ, നല്ല അടിപൊളിയാണ്. നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ മയോണൈസ് കേട്ടോ. നമ്മുടെ ഈ ദോശമാവിൻ്റെ പരുവയില്ലേ, ആ കൺസിസ്റ്റൻസി പറയാൻ കിട്ടുന്നില്ല. ആ ഒരു അളവിൽ വേണം കേട്ടോ. ഇത്രയും ലൂസാവരുത്, ഒരു ഇച്ചിരി ദോശമാവിൻ്റെ ഒരു അളവിൽ വേണം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കുറച്ച് മതി. സെറ്റായിട്ടുണ്ട്. അങ്ങനെ സൂപ്പറുണ്ട്. മയോണൈസ് എന്ന് മുട്ടയില്ലാണ്ട് ഉണ്ടാക്കിയെന്ന് ആരും പറയില്ല. അപ്പം ഇത് പിസ്സയ്ക്ക്, ബർഗറിന്, മന്തിക്ക്, ബിരിയാണിക്ക്, പുലാവിന്, അങ്ങനെ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഉണ്ടാക്കി സക്സസ്സായി. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം ഇനി നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സ്റ്റേ ഹെൽത്തി. ലൈക്ക് ചെയ്യണേ. കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇതിൽ വെള്ളം ചേർത്തു, പൊട്ടാറ്റോ വേവിച്ചത് തൊലി മാറ്റിയത് ചേർത്തു, പഞ്ചസാര ചേർത്തു. ഇനി ഉപ്പ് ചേർക്കുവാണേ. അപ്പം ഞാൻ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ, പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി വിനാഗിരി കേട്ടോ. വിനാഗിരി ഞാൻ ഒരിത്തിരി ചേർക്കുന്നുള്ളൂ, ഒരു സ്പൂണൊന്നും പറയാം, ഒരടപ്പിൻ്റെ അനുസരിച്ച്. പിന്നെ ഇനി വേണ്ടത്, ഞങ്ങൾ പാക്കറ്റ് പാലും മേടിക്കാറില്ല, അത് പെട്ടെന്ന് തീർന്നു പോവേ. അപ്പോൾ ഞാൻ ഗുഡ് ലൈഫ് എന്നൊരു പാലുണ്ട്. ആ പാല് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും ചീത്തയാവില്ല കേട്ടോ, കേടാകുകയില്ല. അപ്പം അതിൻ്റെ ഒരു പാൽ ഒഴിക്കും കേട്ടോ. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ഉണ്ടാക്കാൻ. അപ്പം ഞാനൊരു അര കപ്പിൻ്റെ അനുസരിച്ച് ഞാൻ എൻ്റെ പൊട്ടാറ്റോ ഉള്ള സാധനത്തിനനുസരിച്ച് ഞാൻ എല്ലാം യൂസ് ചെയ്യും കേട്ടോ. ഞാൻ ലാസ്റ്റിലാണ്, ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ വേണം, അപ്പം ലാസ്റ്റ് ഞാനത് യൂസ് ചെയ്യും കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് കാണിക്കാവേ എങ്ങനെയാണെന്ന്. ഹായ്, ഹലോ. ഇന്ന് പൊട്ടാറ്റോ കുറച്ച് വേവിച്ചത് ഉണ്ടായിരുന്നേ. അപ്പം എന്തുണ്ടാക്കാമെന്ന് ഓർത്ത് വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മയോണൈസ് കടയിൽ നിന്ന് മേടിക്കണം എന്നൊക്കെ ആലോചിക്കും. അത് നല്ലതാണോ, കെമിക്കൽ മിക്സാണോ എന്ന് ആർക്കറിയാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം മുട്ടയില്ലാതെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയാലോ എന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു ഷെഫ് ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു മുട്ടയില്ലാണ്ട് ഉണ്ടാക്കണത്. അപ്പം അതിന് നമുക്ക് പെട്ടെന്ന് മയോണൈസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കണ്ടാലോ. അപ്പം പൊട്ടാറ്റോ ഇല്ലേ, ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ തൊലി മാറ്റി അതൊന്ന് ഉടച്ചെടുക്കണം. ഇനി വേണ്ടത് വിനാഗിരി കേട്ടോ. ഇതാണ് വിനാഗിരി, സിന്തറ്റിക് വിനാഗിരിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നതിലൊരു കാരണമുണ്ട്. നാളെ ഒരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ്? ഉരുളക്കിഴങ്ങ്, മയോണൈസ്, പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചത്, വിനാഗിരി കാണിച്ചു ഞാൻ, പിന്നെ വെളുത്തുള്ളി വേണം, പിന്നെ ഷുഗർ വേണം, ഉപ്പ് വേണം, പാല് വേണം. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെള്ളം എല്ലാം ഒഴിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കുവാണ്. പിന്നെ ഒരിത്തിരി പഞ്ചസാര ചേർക്കുക കേട്ടോ. പഞ്ചസാര ചേർക്കുക. ഇനി ഇതിൽ ഉടച്ച മറ്റേതുണ്ടല്ലോ ഉരുളക്കിഴങ്ങ്, അത് കുറച്ചായിട്ട് ഇടുക കേട്ടോ. അത് ഫുള്ളായിട്ട് ഇടുവാണെങ്കിൽ അത് നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്കതിൽ പെട്ടെന്ന് നമുക്കൊരു വെള്ളത്തിൻ്റെ പോരായ്മ അറിയാൻ പറ്റില്ല. അങ്ങനെ അടിക്കാം, പക്ഷെ എന്നാൽ നമുക്കൊരു പെട്ടെന്ന്
മയോണൈസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ. മുട്ടയില്ലാണ്ട് ഞങ്ങൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരുമെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് കാണിക്കാവേ. ഹൈ ഗൈസ്, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് മയോണൈസ് ഉണ്ടാക്കി ഒരു ബോട്ടിൽ നിറച്ചു. ഈ ഒരു കുപ്പി ഉണ്ടായുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പം ഞാൻ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുവാണ്. മയോണൈസ് ഉണ്ടാക്കി കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതുണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി. അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്യണം. വെറുതെ കടയിലൊക്കെ പോയി ഉണ്ടാക്കുമ്പോൾ അവർ എത്ര നാൾ എന്തൊക്കെ ഇട്ടു, സ്റ്റോറേജുള്ള ഓയിലാണോ നല്ല മുട്ടയാണോ, അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. നല്ല പാൽ കൊണ്ടാണോ ഉണ്ടാക്കണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് വേവിച്ചത്, ഷുഗർ, സോൾട്ട്, വിനാഗർ, പിന്നെ പാല്, ഇച്ചിരി വെള്ളം, ഇത്രയല്ലേ ഞാൻ ചേർത്തുള്ളൂ. വെജിറ്റബിൾ ഓയിൽ ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ഒത്തിരി ഓയിലി ഐറ്റംസ് യൂസ് ചെയ്യണത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പം ഒരു വലിയ മാറ്റമൊന്നുമില്ല. എണ്ണ ചേർത്താലും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക മസ്റ്റായിട്ട്. നല്ല സൂപ്പറുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ ഡിഷസിനും, അതായത് എല്ലാ സ്നാക്സിനും യൂസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ. അപ്പം ഞാൻ ഈ മയോണൈസ് കൊണ്ട് അടിച്ചു പൊളിക്കട്ടെ.